കഴിഞ്ഞ ദിവസം നാടിനെ നടുക്കിയ അതിദാരുണമായ ഒരു വാർത്തയാണ് പത്തനംതിട്ട അടൂരിൽ നിന്നും പുറത്തു വന്നത്. മുത്തൂറ്റ് ഫിനാൻസിലെ ജീവനക്കാരിയായ ഷഹന എന്ന് പറയുന്ന 31 വയസ്സുള്ള ഒരു സ്ത്രീയുടെ മരണവാർത്തയായിരുന്നു അത്. ആ സ്ത്രീയെ സ്വന്തം വീടിനുള്ളിലെ സ്റ്റെയർ കേസിൻ്റെ പടിയിൽ അവിടെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പത്തനംതിട്ട അടൂരിൽ ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞ യുവതിയുടെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. കഴിഞ്ഞ രാത്രിയാണ് അടൂർ കോട്ടമുകൾ ഷിനാസ് മനസ്സിൽ ഷഹനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലുണ്ടായിരുന്ന കാമുകൻ കസ്റ്റഡിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കാര്യങ്ങളിൽ വ്യക്തത വരുമെന്ന് പോലീസ് പറഞ്ഞു. പത്തനംതിട്ട അടൂർ കോട്ടമുകളിലെ യുവതിയുടെ മരണം കൊലപാതകമെന്ന് കുടുംബം. 31-കാരി ഷെഹനയെയാണ് ഇന്നലെ രാത്രി വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷെഹനയുടെ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദുരൂഹത നീങ്ങും എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടുകൂടിയാണ് ആ നാടിനെ നടുക്കിയ ഒരു സംഭവം ഉണ്ടായത്. സ്വന്തം ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു ഈ ഷഹന എന്ന് പറയുന്ന ഈ സ്ത്രീ. ഇവർക്ക് ഒരു കുഞ്ഞുണ്ട് എന്ന് പറയപ്പെടുന്നു. ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ തൻ്റെ കുഞ്ഞിനെ ട്യൂഷന് കൊണ്ടുവിട്ട ശേഷമാണ് ഈ ഷഹന എന്ന് പറയുന്ന ഈ സ്ത്രീ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. തൊട്ടു പിന്നാലെയാണ് ഏഴംകുളം സ്വദേശിയായ അരുൺ എന്ന് പറയുന്ന ഒരു യുവാവ് ഈ വീട്ടിലേക്ക് വരുന്നത്. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ വീടിനുള്ളിൽ നിന്ന് കടുത്ത രീതിയിലുള്ള വഴക്കും അതോടൊപ്പം നിലവിളികളും ഒക്കെ കേൾക്കാൻ തുടങ്ങിയതായി അയൽവാസികളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ബഹളം അസഹനീയമായതോടെ ഭയന്നുപോയ നാട്ടുകാർ ഉടൻ തന്നെ ഈ വിവരം അവിടുത്തെ നഗരസഭാ കൗൺസിലറിനെ വിവരമറിയിച്ച് പറയുകയാണ്. അദ്ദേഹം ഉടൻ തന്നെ ആ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തുകയാണ്. അദ്ദേഹം വന്ന് ആ വീടിൻ്റെ വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ വീടിനുള്ളിലെ ഹാളിലെ സ്റ്റെയർ കേസിൻ്റെ പടിയിൽ ഷാളിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് ഷഹനെ അവിടെ കാണാൻ സാധിച്ചത്. എന്നാൽ അതിനേക്കാൾ ഭീതിജനകമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ആ തൂങ്ങി നിൽക്കുന്ന ഷഹനയുടെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, സാധാരണ ഒരു തൂങ്ങി മരിക്കുന്ന കേസുകളിൽ പലപ്പോഴും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള രക്തം വാർന്നൊഴുകുന്ന അവസ്ഥയൊന്നും ഉണ്ടാകാറില്ല. അതുമാത്രമല്ല, ഷഹനയുടെ ആ ഒരു ശരീരത്തിൽ മർദ്ദനമേറ്റത്തിൻ്റെ സമാനമായ പാടുകളും രക്തക്കറകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതോടൊപ്പം ആ വീടിൻ്റെ വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് പ്രതിയായ അരുണിൻ്റെ ശരീരത്തിലും വസ്ത്രങ്ങളിലുമൊക്കെ രക്തപ്പാടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാരും അതോടൊപ്പം പ്രാഥമിക റിപ്പോർട്ടുകളുമൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതൊരു രക്തത്തിൽ കുളിച്ച് നിൽക്കുകയായിരുന്നു ഇയാളെന്നാണ് പറയപ്പെടുന്നത്. രക്തം ഉണ്ടായിരുന്നു, ഈ പാൻറ്റിലും ഷർട്ടിലും ഒക്കെ രക്തം ഉണ്ടായിരുന്നു. മൃതദേഹം കണ്ടെത്തിയ ഹാളിലും അതോടൊപ്പം സ്റ്റെയർ കേസിൻ്റെ പരിസരത്തും വീടിൻ്റെ മുൻവശം എന്നിവിടങ്ങളിലെല്ലാം ചോരപ്പാടുകൾ വീണ് കിടപ്പുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ സ്വയം ജീവനൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്രയധികം രക്തസ്രാവം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യയല്ല, മറിച്ചൊരു കൊലപാതകമാണ് എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടിയുടെ മാതാവ് വളരെയധികം സങ്കടത്തോടുകൂടി പറയുന്ന ചില വാക്കുകളുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. അടൂർ കോട്ടമുകളിൽ യുവതിയുടെ മരണം കൊലപാതകമെന്ന് കുടുംബം. 31-കാരിയായ ഷഹനയെയാണ് ഇന്നലെ രാത്രി വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആൺസുഹൃത്ത് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. സംശയം തന്നെ ചെയ്ത് എൻ്റെ മോള് ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. എൻ്റെ മോള് വന്ന് 10 മിനിറ്റ്, മോക്ക് ജോലിയുണ്ട് മുത്തൂറ്റില്, വളനട മുത്തൂറ്റി ജോലിയാ. അവിടുന്ന് വന്ന് 10 മിനിറ്റ് പോലും ആയില്ല. വന്ന് മോനെ ട്യൂഷനും കൊണ്ടാക്കിയിട്ട് വന്ന വരവിന് അവൻ പുറകെ വന്ന് ചെയ്തതാ. അവൻ തന്നെ ചെയ്ത. എൻ്റെ കൊച്ചു ചെയ്യത്തില്ല. ഈ വീട് വെച്ച് അവള് ചുമഞ്ഞ് താമസിച്ചിട്ട് എൻ്റെ കുഞ്ഞ് ചെയ്യത്തില്ല. ഞാനും കൂടെ ഒറ്റയ്ക്ക് ആയോണ്ട് എന്നെ ഇട്ടിട്ട് പോകത്തില്ല. എൻ്റെ കൊച്ചു നേരത്തെ വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയത്തില്ല. ഇന്നലെ ഞാൻ തീർത്ത് പറയുന്നത്. അമ്മയെ വിളിച്ചിരുന്നു? ആരാ? മോളോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ എൻ്റെ അടുത്ത് ആരും പറഞ്ഞില്ല. എല്ലാരും അറിഞ്ഞു കഴിഞ്ഞ അവസാനമായാലും ഇവിടെ ഉള്ളവരെല്ലാം പറയുന്നത്. ഇല്ല, എനിക്കറിയത്തില്ല മോനെ. ഇന്നലെ കാണുന്നത് എനിക്ക് അത് നല്ല ഉറപ്പാ ആന്നു. കണ്ടില്ലേ, ആ മാതാവ് വളരെയധികം സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്, എൻ്റെ മകൾ അങ്ങനെയൊന്നും ചെയ്യില്ല, ഇത് അവൻ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഈ പറയപ്പെടുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു. കസ്റ്റഡിയിലുള്ള അരുൺ പോലീസിന് നൽകിയ മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മീഡിയ വൺ ഇപ്പോൾ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: താനുമായി അടിയുണ്ടായതിന് പിന്നാലെ ഷഹന ജീവനൊടുക്കിയെന്നാണ് അരുണിൻ്റെ മൊഴി. ഷഹനയുടെ കർണത്തടിക്കുകയും കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും ചെയ്തു. ഷഹന മരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തുകൊണ്ട് തടഞ്ഞില്ലെന്ന ചോദ്യത്തിന് അരുൺ മറുപടി നൽകിയില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഏകദേശം ഇതൊരു കൊലപാതകമാണ് എന്നുള്ള തരത്തിലേക്കാണ് ഒക്കെ കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഏതായാലും പോലീസ് പറയുന്നത് ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം. നോക്കൂ, ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത്
ഒട്ടുമിക്ക വാർത്താമാധ്യമങ്ങളിലും കണ്ടത് ഒരു ആൺ സുഹൃത്ത് എന്ന് മാത്രമാണ്. അതെന്താ ആ ഒരു ആൺ സുഹൃത്തിന് പേരില്ലേ? മരിച്ചത് മുസ്ലിം പേരുള്ള ഒരു പെൺകുട്ടിയാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത ആ പ്രതിയുടെ പേര് ഒരു ഹിന്ദുവിൻ്റെ പേരാണ്. അതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് ആ ആൺ സുഹൃത്തിൻ്റെ പേര് പറയാൻ വല്ലാത്ത മടിയാണ്. എന്നാൽ നേരെ മറിച്ച് മരണപ്പെട്ടത് ഒരു ഹിന്ദു പെൺകുട്ടിയും ആ പ്രതി എന്ന് പറയുന്നവൻ ഒരു മുസ്ലിം പേരുള്ളവനായി കഴിഞ്ഞാൽ അവിടെ ഒരു ആൺ സുഹൃത്ത് എന്നല്ല, നേരെ മറിച്ച് അവൻ്റെ പേരും അഡ്രസ്സും മേൽവിലാസവും അടക്കം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ഇതാണ് നല്ല ഒന്നാം തരം ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉസ്ബെക്കിസ്ഥാനിൽ ഒരു സംഭവം ഉണ്ടായത്. ആൺ സുഹൃത്തുമായുള്ള തർക്കത്തിൽ സാവരിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയായിരുന്നു അത്. സാവരിയെ മതം മാറ്റാൻ നിർബന്ധിച്ച് മർദ്ദിച്ചു കൊന്നു എന്നുള്ളതാണ് ആ കുടുംബം ആരോപിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കേട്ട ഉടനെ കേരളത്തിലെ സംഘികൾ അത് വലിയൊരു ആഘോഷമാക്കി മാറ്റി. സമൂഹ മാധ്യമങ്ങളിലെങ്ങും ഇതാ ലവ് ജിഹാദിന് മറ്റൊരു ഇര കൂടി ഉണ്ടായിരിക്കുന്നുവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സകല മുസ്ലിമീങ്ങളെയും കടിച്ചു കീറുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. എന്നാൽ ഇവിടെ ഈ ഷഹന എന്ന് പറയുന്ന ഈ മുസ്ലിമായ പെൺകുട്ടിയുടെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഈ സംഘികളൊന്നും മിണ്ടാത്തത്? മിണ്ടില്ല. കാരണം മരിച്ചത് ഒരു മുസ്ലിം പെൺകുട്ടിയും പ്രതി എന്ന് പറയപ്പെടുന്നവൻ ഒരു ഹിന്ദുവായതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ സംഘികൾ അതൊന്നും കണ്ടമട്ടയില്ല. നോക്കൂ, തെറ്റു ചെയ്യുന്നവൻ ആരായിരുന്നാലും അവൻ ശിക്ഷിക്കപ്പെടണം, അതിലൊരു തർക്കവുമില്ല. അത് ഏതു മതത്തിൽപ്പെട്ടവനായിരുന്നാലും ശരി. അന്യസ്ത്രീകളെ മതം മാറ്റാൻ വേണ്ടി നിർബന്ധിക്കുന്നതും അതിൻ്റെ പേരിൽ അവരെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവൻ അതാ ഏതവനായിരുന്നാലും ശരി, ഏതു മതത്തിൽപ്പെട്ടവനായിരുന്നാലും ശരി, അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. സ്വന്തം ഭാഗത്തുണ്ടാകുന്ന തെറ്റുകൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ അത് കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോവുകയും നേരെ മറിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മാത്രം ചർച്ച ചെയ്ത് അതിൽ വർഗീയത കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതുപോലെയുള്ള സംഘികളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു NIA അന്വേഷണവുമില്ല, ശശികലയുടെ വിഷം നിറഞ്ഞ പ്രസ്താവനകളുമില്ല, പോലീസിൽ പരാതി കൊടുക്കുന്നില്ല, സംഘികൾക്ക് ഒന്നുമില്ല. ഇത് നേരെ തിരിച്ചാണെന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം എങ്ങനെ മാറുമായിരുന്നു? പ്രതീഷ് വിശ്വനാഥന്മാരുടെയും ബാബുമാരുടെയും പോസ്റ്റുകൾ മതിതര പൊതുബോധമെടുത്ത് ആഘോഷിക്കുമായിരിക്കില്ലേ? അന്വേഷണത്തിന് പ്രത്യേക NIA സംഘം എത്തുമായിരുന്നില്ലേ? എന്നാൽ ഇവിടെയോ ഇതൊന്നും തന്നെയില്ല. ഇനി ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ച് പോകാം. ഈ ചില പെൺകുട്ടികൾക്ക് അവർക്ക് എത്ര കിട്ടിയാലും എത്ര കൊണ്ടാലും അവർ പഠിക്കുകയില്ല. നോക്കൂ, ഭർത്താവിൻ്റെ കുറ്റം കൊണ്ടാകാം, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ കുറ്റം കൊണ്ടാകാം. വിവാഹമോചനം നടത്തിയതിനു ശേഷം ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ മറ്റു പുരുഷന്മാരുമായി ഒരുമിച്ച് ജീവിക്കാറുണ്ട്. അത്തരത്തിൽ ജീവിക്കുന്ന ആ സ്ത്രീകളുടെയൊക്കെ അവസ്ഥ അവസാനം ചെന്നുപെടുന്നത് ഇതുപോലെയുള്ള ഏതെങ്കിലും ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്കോ മറ്റുമായിരിക്കും. എത്രയെത്ര സ്ത്രീകളാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത്. നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിച്ചു പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട മാർഗങ്ങൾ ഇങ്ങനെയല്ല. നോക്കൂ, ആ കുഞ്ഞ് എന്ത് തെറ്റാണ് ചെയ്തത്? ആ കുഞ്ഞിപ്പോൾ ഒരു അനാഥയായി മാറിയില്ലേ? ഇത് ഇന്നലെ കണ്ടവൻ്റെ കൂടെയൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കുമുള്ളൊരു പാഠമാണ്. ഇനിയെങ്കിലും അത് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക.